ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയും അശ്വിനും മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ ആ ഒരു ഭാഗത്തോട് കൂടി തന്നെ തുടങ്ങണം കേട്ടോ. അശ്വിൻ ശ്രുതിയുടെ മുഖത്തിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതി അപ്പോൾ അശ്വിനെ നോക്കുന്നുണ്ട്. ഇയാളെന്താ ഈ രീതിയിൽ നോക്കണത് എന്ന രീതിയിൽ അശ്വിൻ ഇങ്ങനെ ശ്രുതി നോക്കുക കേട്ടോ. ആ സമയത്താണ് അഞ്ജലിയുടെ ഫോണിലേക്ക് മുത്തശ്ശി വിളിക്കുന്നത്. അഞ്ജലി ഫോൺ എടുക്കുന്നുണ്ട്. ആ മുത്തശ്ശി പറ എന്ന് പറയുമ്പോൾ, അതേ മോളെ, ആ കാറ്ററിംഗുകാർ വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളിപ്പോഴും പൊട്ടിക്ക് തന്നെയാ. നിങ്ങൾ ഇറങ്ങാനായിരുന്നോ? ഇറങ്ങാനായിട്ടില്ലെങ്കിൽ ഞാൻ അയാൾക്ക് പോയിട്ട് പിന്നീട് വരാൻ പറയാം. വേണ്ട മുത്തശ്ശി, ഞാൻ അങ്ങോട്ട് വരാം. അയാളോട് പോവണ്ടെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുക കേട്ടോ അഞ്ജലി. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അടുത്തേക്ക് പോകുന്നുണ്ട്. എന്താ മേഡം, മേഡം പോകാൻ പോകുവാണോ? അതെ അഞ്ജലി, അതെ ശ്രുതി, ഞാൻ പോകാൻ പോവാ. അതെ, കാറ്ററിംഗുകാർ വന്നിട്ടുണ്ട് അത്രേ. സാധനങ്ങളുടെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഞാൻ പോകുക. അയ്യോ മേഡം, മേഡം ഇവിടെ നിൽക്ക്. മേഡം ഇവിടെ നിന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? ഞാൻ വേണമെങ്കിൽ പോകാം. അയ്യോ ശ്രുതി, അത് നീ പോയാൽ ശരിയാവില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ നോക്കണം. നീ ഒരു കാര്യം ചെയ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയാണ്. എങ്കിൽ ചേച്ചിനെ ഞാൻ കൊണ്ടേയാക്കാം എന്ന് അശ്വിൻ പറയാണ്. ആ എങ്കിൽ നീ എന്നെ കൊണ്ടേയാക്ക്, ഞാൻ വണ്ടിയിൽ പോയിട്ട് തിരിച്ച് വണ്ടി പറഞ്ഞു വിടാം എന്ന് പറയാണ്. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ നമ്മുടെ അഞ്ജലിനെയും കൂട്ടിക്കൊണ്ട് നിലത്തേക്ക് ഇങ്ങോട്ട് പോകുക കേട്ടോ. ആ സമയത്ത് ലാവണ്യ ശ്രുതിയുടെ അടുത്തേക്ക് വലിയൊരു ലഹങ്ക എടുത്തുകൊണ്ട് വരുവാണ്. ശ്രുതി, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഈ ഡ്രസ്സ് വളരെ നല്ല ഭംഗിയുണ്ട്, ഭയങ്കര സൂപ്പറായിട്ടുണ്ട് മേഡം. എങ്കിൽ നീ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഞാനെന്തിനാ മേഡം ട്രൈ ചെയ്യണത്? മേഡത്തിൻ്റെ അല്ലേ കല്യാണം, മേഡം അല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. അതെ, ഇത് നീ ട്രൈ ചെയ്ത് നോക്ക്. എല്ലാത്തിനും ഒരു കാരണം ഉണ്ടെന്ന് വിചാരിച്ചോ? നീ ഇത് ഇട്ട് നോക്ക്. അയ്യോ മേഡം, ഇതിട്ടാ ശരിയാവില്ല. മേഡം വേണമെങ്കിൽ ഇട്ട് നോക്കിക്കോ. അയ്യോ ശ്രുതി, നീ ഇത് ഇട്ട് നോക്കുന്നുണ്ടോ എന്ന് പറയാണ്. അതിനുശേഷം ലാവണ്യ ശ്രുതിനെ കൊണ്ട് നിർബന്ധപൂർവ്വം ആ ഡ്രസ്സ് ഇടിപ്പിക്കുക കേട്ടോ. ഡ്രസ്സിലിട്ട് ശ്രുതി വരുമ്പോഴേക്കും നമ്മുടെ ലാവണ്യ പറഞ്ഞിട്ട്, ഓ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ശ്രുതി, നിന്നെ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നീ ആ മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടെ, എന്നിട്ട് ആ കണ്ണാടിയുടെ മുമ്പിലൊന്ന് നോക്കിക്കേ. ആ ഫുൾ കണ്ണാടി അപ്പുറത്തുണ്ട്, ആ മിററിൽ ഒന്ന് നോക്കിക്കേ, ഭയങ്കര സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ മിററിൻ്റെ അടുത്തേക്ക് നമ്മുടെ ശ്രുതിനെ തള്ളി വിടുക കേട്ടോ ലാവണ്യ. ആ സമയത്താണ് ശ്രുതി ആ കണ്ണാടി മുഴുവനായിട്ട് കാണുന്നത്. തൻ്റെ കാൽപാദം മുതൽ തലമുടി നാരിഴ വരെ കാണാൻ പറ്റും. അത്ര ഫുള്ളായിട്ട് കാണുന്ന മിററാണ് കേട്ടോ. ശ്രുതിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുവാണ്. കാരണം ശ്രുതിനെ കാണാൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ശ്രുതി അത്ര വിലയുള്ള ഒരു ഡ്രസ്സ് ഇടുന്നത് കേട്ടോ. അതുകൊണ്ട് ശ്രുതി ആ ഒരു സന്തോഷത്തിലും ആ ഒരു എക്സൈറ്റ്മെന്റിലും കണ്ണാടിയുടെ മുമ്പിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്ക് ചിരിയൊക്കെ വരുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് വരുവാട്ടോ. അശ്വിനിട്ട് ശ്രുതിനെ ഇങ്ങനെ നോക്കുവാണ് പുച്ഛത്തോടു കൂടി. ശ്രുതി അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ശ്രുതി ഇങ്ങനെ അശ്വിനെ നോക്കുന്നുണ്ട്. അശ്വിൻ പതുക്കെ ശ്രുതിയുടെ അടുത്തേക്ക് പോയിട്ട് ശ്രുതിയുടെ ഷോളിലേക്ക് ഇങ്ങനെ തൊടാൻ പോകുമ്പോഴേക്കും ശ്രുതി പുറകിലേക്ക് പോകുവാണ്. പതുക്കെ അശ്വിൻ ശ്രുതിയുടെ ഷോളിൽ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ ഷോളിലാട്ടോ ആ പ്രൈസ് ടാഗ് എഴുതിയിരിക്കുന്നത്. അത് നോക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ അത് പിടിച്ചത്. അതിനുശേഷം അതിന്റെ വില നോക്കിയിട്ട് അശ്വിൻ നിലത്തേക്ക് ഇടുവാണ്. ഓ 35,000 രൂപ. കൊള്ളാം. എന്തായാലും നിനക്കും നിന്റെ ആ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കും ഈ ഡ്രസ്സ് ഒരിക്കലും മേടിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ഞാൻ നിനക്ക്, ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് നാളായില്ലേ നീ സർവീസ് ഒക്കെ ചെയ്യണത്, അതുകൊണ്ട് നിനക്ക് ഞാനിതൊരു ഗിഫ്റ്റായിട്ടോ ടിപ്പായിട്ടോ എന്തായിട്ടോ ഇങ്ങ് കൂട്ടിക്കോ. നീ ഒരുപാട് ആഗ്രഹിച്ച് എടുത്ത ഡ്രസ്സല്ലേ, നീ ഇത് കയ്യിൽ വെച്ചോ. നിനക്ക് ഇതൊരു എൻ്റെ ഒരു ടിപ്പായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് വല്ലാത്ത വിഷമം തോന്നുവാട്ടോ. ശ്രുതി പറയുന്നുണ്ട്, എനിക്ക് ഈ ഡ്രസ്സിന്റെ ആവശ്യമില്ല സർ. അല്ല, നീ ഇത് ഒരുപാട് ആഗ്രഹിച്ചെടുത്തല്ലേ, നീ എടുത്തോ. വേണ്ട സർ, എനിക്ക് ഈ ഡ്രസ്സിന്റെ ആവശ്യമില്ല. പിന്നെ ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടുമില്ല, അതുകൊണ്ട് എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട സർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും കേട്ടോ ശ്രുതി. അതിനുശേഷം നമ്മുടെ ശ്രുതി ഒരു മൂലക്ക് മാറി നിന്നിട്ട് കണ്ണൊക്കെ ഇങ്ങനെ വിഷമമായിട്ട് ഇങ്ങനെ കണ്ണീരിങ്ങനെ വരുമ്പോൾ അതിങ്ങനെ തുടയ്ക്കുവാണ്. തുടച്ചതിന് ശേഷം അങ്ങോട്ട് മൂലക്ക് ഇങ്ങനെ മാറി നിന്നിട്ട് ഇങ്ങനെ കരയുമ്പോഴേക്കും അശ്വിൻ അതിലേക്ക് കൂടി പോകുന്നുണ്ട്. പെട്ടെന്നാണ് അശ്വിൻ ആ കാഴ്ച കാണുന്നത്. ശ്രുതി മാറി ഇരുന്ന് കരയണത് അശ്വിൻ കാണുവാണ്. അശ്വിനും വരത്തെ വിഷമം തോന്നുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിനെ കാണുന്നുണ്ട്. ശ്രുതി പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചിട്ട് അപ്പുറത്തേക്ക് പോകുവാണ്. അശ്വിനും വേഗം പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. പുറത്തേക്ക് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴേക്കും പിന്നീട് കാണിക്കുന്നത് അഞ്ജലിനെയാണ്. അഞ്ജലിയുടെ അടുത്ത് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, ആ തൃപ്പൂണിത്തറയിലുള്ള മോഹനന്റെ ഫ്രണ്ടില്ലേ, അവന്റെ പേരും കൂടി എഴുതണം കേട്ടോ അഞ്ജലി എന്ന് പറയാണ്. അഞ്ജലി ബേബി, നീ എന്തേക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ആ തൃപ്പൂണിത്തറയിലുള്ള മോഹനേട്ടന്റെ ഫ്രണ്ടിന്റെ പേര് എഴുതണം. അയാളുടെ പേരെന്തായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി, അത് മേനോനങ്കിളല്ലേ, ശിവശങ്കര മേനോനങ്കിൾ. അത് തന്നെ, ആ പേര് എഴുതണേ എന്ന് പറയാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കണ്ടേ, നിനക്ക് എന്ത് പറ്റി അഞ്ജലി? ഒന്നുമില്ല. അഞ്ജലി ബേബിക്ക് എന്തോ സംഭവിച്ചല്ലോ എന്ന് മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ്. ഇനിയും മരുമകൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചോ? ആർക്കറിയാം എന്ന് മനോരമ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ.
അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ലാവണ്യനെയാണ്. ലാവണ്യ കുറച്ച് കുർത്തയൊക്കെ എടുക്കുക കേട്ടോ. നോക്കിക്കേ ശ്രുതി, ഈ ഡ്രസ്സ് ഞാൻ നേരത്തെ നോക്കി വെച്ചതാണ്. ഇതെങ്ങനെയുണ്ട്? കൊള്ളാം മാഡം, നന്നായിട്ടുണ്ട്, വളരെ സിമ്പിളുമാണ്, നല്ല ഭംഗിയുണ്ട്. അതെ, ഈ ഡ്രസ്സൊക്കെ ഞാനിട്ട ASR എന്നെ വഴക്ക് പറയോ? മേഡം എന്തിനാ അതൊക്കെ നോക്കണത്? മേഡത്തിന് കംഫർട്ടായിട്ട് തോന്നുന്നുണ്ട്, മേഡത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ മേഡം ഇടണം. അതെ, അത് നീ പറഞ്ഞത് ശരിയാണ്, എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, എങ്കിൽ ഞാനിത് എടുത്തോട്ടേക്ക ശ്രുതി എന്ന് പറയുമ്പോൾ മേഡം എടുത്തോ മേഡം എന്ന് പറയണം. അങ്ങനെ ആ ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ വിളിക്കും കേട്ടോ. ശ്രുതി, ആരാ എൻ്റെ ഫോണിൽ വിളിക്കണേന്ന് നോക്കിയേ. ASR വിളിക്കണത്, ഫോൺ എടുക്ക്. അയ്യോ വേണ്ട മേഡം, ഞാൻ ലൗഡ് സ്പീക്കർ ഇടാം, മേഡം സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് ലൗഡ് സ്പീക്കർ ഇടാണ് ശ്രുതി. ആ ഹലോ, പറ ASR, നിങ്ങളിത് എവിടെയാ? നിങ്ങളുടെ പർച്ചേസ് ഒന്നും കഴിഞ്ഞില്ലേ? ഇപ്പൊ കഴിയും ASR, നീ ഇത് എവിടെയാ? ഞാൻ കാറിലുണ്ട്, പെട്ടെന്ന് വരാൻ നോക്കി, എനിക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം, പെട്ടെന്ന് അർജന്റ് വർക്ക് ഉണ്ട്. ശരി ASR, ഞങ്ങളിപ്പോ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാവണ്യ ഫോൺ കട്ട് ചെയ്യാട്ടോ. അശ്വിൻ കാറിൽ നിന്ന് ആലോചിക്കുകയാണ്, ഞാൻ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവളുടെ വിഷമവും കണ്ണീരൊക്കെ കാണാൻ ഞാൻ അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവള് വിഷമിക്കുമ്പോൾ ഞാനും വിഷമിക്കില്ലായിരുന്നല്ലോ. ഇല്ല, ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ അവളെ വേദനിപ്പിക്കില്ല. അവളെ വേദനിക്കുന്ന നോട്ടം പോലും എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. അതെ, അത് ഈ അശ്വിൻ സാറാം തരുന്ന ഉറപ്പാണ്. അതെ, ഞാൻ ഇനി ഒരിക്കലും ശ്രുതിനെ വേദനിപ്പിക്കില്ല എന്ന് അശ്വിൻ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലാവണ്യയും ശ്രുതിയൊക്കെ മേടിച്ച ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മുടെ മുത്തശ്ശിയുടെയും അഞ്ജലിയുടെയും അതുപോലെ തന്നെ മനോരമയുടെ മുമ്പിൽ വെക്കുവാണ്. മനോരമ പറയണ്ട, ആഹാ ദേ പർച്ചേസ് കഴിഞ്ഞ് വന്നല്ലോ, കാണിക്കെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനോരമ ഒരു ബോക്സ് തുറന്നു നോക്കുമ്പോൾ, അയ്യേ ഇതെന്താ ചുരിദാറോ? വേറെ ഡ്രസ്സ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത ബോക്സ് നോക്കുമ്പോൾ അതിലും ചുരിദാറാട്ടെ. അയ്യേ ഇതൊക്കെ എന്ത് ഡ്രസ്സാ? നീ എന്താ ലാവണ്യ ബേബി ആ കീറസാരിക്കാരിക്ക് പഠിക്കുവാണോ? ഈ ഡ്രസ്സൊക്കെയാണ് നീ മേടിച്ചത്? അതെ, ഈ ഡ്രസ്സിന് എന്താ കുഴപ്പം? ഈ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ചേരില്ലേ മുത്തശ്ശി? പിന്നെ ഈ ഡ്രസ്സ് ലാവണ്യ മോൾക്ക് നന്നായിട്ട് ചേരും, നല്ല ഡ്രസ്സാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനോരമ മനസ്സിൽ വിചാരിക്കേണ്ട, മുത്തശ്ശി അങ്ങനെ പറയുള്ളൂ, അമ്മക്കല്ലെങ്കിൽ കീറസാരിക്കാരിയാണല്ലോ ലോകസുന്ദരി, അതുകൊണ്ട് അവളുടെ ഡ്രസ്സൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടവും. ഓ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ മനോരമ മനസ്സിൽ വിചാരിക്കാട്ടോ. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞിട്ട്, ഈ ഡ്രസ്സൊക്കെ വളരെ നല്ല ഭംഗിയുണ്ട് ലാവണ്യ എന്ന് പറയാണ്. അതിനുശേഷം അതിലൊരു ഡ്രസ്സ് നമ്മുടെ ലാവണ്യ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ അശ്വിൻ വരുവാണ്. പുറത്തുനിന്ന് അകത്തേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ലാവണ്യാണ് പുറത്തേക്ക് നിൽക്കുന്നത്. ഹായ് ASR എന്ന് പറയുമ്പോഴേക്കും, നീ എന്താ ഈ ഡ്രസ്സിൽ എന്ന് പറയുമ്പോൾ, എന്താ ASR നീ എന്നെ ഇങ്ങനെ നോക്കണത്? അല്ല, നീ എന്താ ഈ ഡ്രസ്സ് ഉടുത്തിരിക്കണത്? എന്താ ഈ ഡ്രസ്സ് കൊള്ളില്ലേ? എല്ലാവരും പറയല്ലോ ഈ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. എന്താ നിനക്ക് ഇഷ്ടമില്ലേ? ഇല്ല, എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് നിന്നെ ഈ ഡ്രസ്സിൽ കണ്ടിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നു. എനിക്ക് എന്തൊക്കെയോ ഓർമ്മ വരുന്നു. നീ ഈ ഡ്രസ്സ് മാറ്റിക്ക്, നിനക്ക് ഈ ഡ്രസ്സ് ചേരില്ല. ആര് പറഞ്ഞു ചേരില്ലെന്ന്? മുത്തശ്ശിയും അഞ്ജലി ചേച്ചിയും ശ്രുതി ഒക്കെ പറഞ്ഞല്ലോ ഈ ഡ്രസ്സ് എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. അതെ, നിശ്ചയത്തിന് ഞാൻ ഇതുപോലത്തെ മോഡൽ ഡ്രസ്സാണ് ഇടാൻ പോണത്. ആഹാ, നീ ഇതുപോലത്തെ മോഡൽ ഡ്രസ്സാണ് ഇടാൻ പോണത് എങ്കിലേ നിശ്ചയത്തിന് നിന്റെ കൂടെ നിൽക്കാണ്ട് വേറെ വരനെ കൂടി നീ തേടിക്കോ. എന്തായാലും എന്നെ അതിനെ കിട്ടില്ല. ASR നീ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്? ഞാൻ പിന്നെ എങ്ങനെ ബിഹേവ് ചെയ്യണം? ദേ ലാവണ്യ, ഇമാതിരി ഡ്രസ്സ് ഇടുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ, പിന്നെ എന്തിനാ നീ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് എന്നെ ഇറിറ്റേറ്റ് ചെയ്യണത്? ലാവണ്യ, ഈ ഡ്രസ്സ് എനിക്ക് ഇഷ്ടമല്ല, നീ ഇത് മാറ്റാൻ നോക്ക്. ഇല്ല ASR, ഞാൻ ഈ ഡ്രസ്സ് മാറ്റില്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാ, ഞാൻ ഈ ഡ്രസ്സ് മാറ്റില്ല എന്ന് ലാവണ്യ വാശി പിടിക്കുകയാണ്. ലാവണ്യ, ഞാൻ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് പറയാം, മര്യാദയ്ക്ക് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നീ പഴയ ഡ്രസ്സിൽ തന്നെ വന്നേ എന്ന് പറഞ്ഞിട്ട് അശ്വിനകത്തേക്ക് കയറി പോവാട്ടോ. ആ സമയത്ത് ലാവണ്യ വളരെ വിഷമത്തോടു കൂടി അവിടുത്തെ കസേരയിൽ ഇരിക്കുവാണ്. അഞ്ജലി വരുന്നുണ്ട്. എന്ത് പറ്റി ലാവണ്യ, എന്താ വിഷമിച്ചിരിക്കുന്നത്? കണ്ടില്ല അഞ്ജലി ചേച്ചി മുത്തശ്ശിയൊക്കെ പറയല്ലോ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. എനിക്കും ഈ ഡ്രസ്സ് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷെ ASRന് ഇതൊട്ടും ഇഷ്ടമില്ല, എന്നോട് മാറ്റാനാ പറയണത്. എനിക്കിത് മാറ്റാൻ പറ്റില്ല, എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടു അഞ്ജലി ചേച്ചി എന്ന് പറയുമ്പോൾ, അവന്റെ സ്വഭാവം നിനക്കറിയാലോ ലാവണ്യ, നീയും കൂടി ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് പറയാണ്. ആ സമയത്ത് മനോരമ അങ്ങോട്ട് വരുന്നുണ്ട്. ആ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ലാവണ്യ ബേബി, അശ്വിന ഇതൊന്നും ഇഷ്ടപ്പെടില്ലെന്ന്. അവനിത് എങ്ങനെ ഇഷ്ടപ്പെടാനാ? ഇമ്മാതിരി ഡ്രസ്സൊക്കെ ഇട്ടടക്കണത് അവളല്ലേ, ആ ശ്രുതികുമാരി ലക്ഷ്മി. അതുകൊണ്ട് ആ കീറസാരിക്കാരന് ഓർമ്മ വരുന്നുണ്ടാവും കുഞ്ഞിന്. അതുകൊണ്ടായിരിക്കും നിന്റെ അടുത്ത് ഈ ഡ്രസ്സ് ഇടണ്ടെന്ന് കുഞ്ഞൻ പറഞ്ഞത്. മര്യാദയ്ക്ക് അവന്റെ വായിലിരിക്കണ കേൾക്കാതെ അവനെ പിണക്കാതെ ഈ ഡ്രസ്സ് മാറ്റി. ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ലാവണ്യ ബേബി നിന്നോട് എന്ന് മനോരമ പറയാണ്. ആ സമയത്ത് ലാവണ്യക്ക് വളരെ വിഷമം തോന്നും കേട്ടോ. ഇതെല്ലാം അകത്തു നിന്ന് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രുതിക്കും വളരെ വിഷമം പോലെ തോന്നുവാണ്. ശ്രുതി നോക്കുമ്പോഴേക്കും അശ്വിൻ വളരെ ദേഷ്യത്തോടു കൂടി മുകളിലേക്ക് കയറി പോകുവാണ്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.